ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി റവ വടയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് റവ ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് റവയാണ് ചേർക്കുന്നത്. റവ ചേർത്തതിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് തുടർച്ചയായിട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നത്. ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ റവ നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഇത് ഇളക്കിയെടുക്കാം. റവ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. അതിനായിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ ചേർക്കണം. പിന്നെ നമുക്ക് ജീരകം ചേർക്കാം. ജീരകം 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ചില്ലി ഫ്ലേക്സും 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ റവ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണല്ലോ. അതുകൊണ്ട് പാകത്തിന് ഉപ്പുണ്ട് ഇതിന്. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയതിന് ശേഷം നമുക്കൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു വടയാണിത്. അങ്ങനെ നമ്മുടെ ഒരു വട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വടയും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ വടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ വടയാണിത്. ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വടയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ വട ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ക്രിസ്പി റവ വടാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.